നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രീദേവി ഗോമതിക്കുള്ള ആഹാരമൊക്കെ ആയിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഗോമതിയോട് എന്നിട്ട് പറഞ്ഞു, അമ്മേ ആഹാരം കഴിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എനിക്ക് വേണ്ട മോളെ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? അമ്മ ആഹാരം കഴിച്ചാൽ മതിയാവുള്ളൂ, എനിക്ക് വേണ്ട, അവിടെ എങ്ങനെ കൊണ്ടേ വെക്ക്. ഗോമതി കഴിക്കാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മ എന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ കാര്യം ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട പോലെയാ. നമ്മൾ രണ്ടുപേരും ഇപ്പം എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, അപ്പൊ അതുപോലെ തന്നെയാണ് അമ്മയ്ക്കും. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ കയ്യെത്തും ദൂരത്ത് അമ്മയുടെ മോളുണ്ടല്ലോ. എനിക്കോ ഒരിക്കലും ഇനിയിപ്പം കാണാൻ കഴിയാത്ത വിധം അകന്നു പോയില്ലേ എൻ്റെ കുഞ്ഞ് എന്നിരുന്നു. അപ്പൊ എന്നെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ശരിക്കും അമ്മയെക്കാളും ഇരട്ടി വേദന അനുഭവിച്ച ആളാ ഞാന്. ഒരു കണക്കിന് ജീവിതം പോലും വേണ്ട, ജീവിതം പോലും അവസാനിപ്പിച്ചാലോ എന്ന് കരുതിയതാ. അപ്പോഴേക്കും ഗോമതി ഒരു അന്താളിപ്പോട് കൂടി മോളെ എന്നൊക്കെ ശ്രീദേവിയെ വിളിക്കുകയാണ്. അതേമേ, ഞാൻ അങ്ങനെ പോലും ചിന്തിച്ചു പോയി. ആ നിമിഷത്തിൽ നിന്ന് എന്നെ കരകയറ്റിക്കൊണ്ട് വന്നത് നിങ്ങളൊക്കെ കൂടിയാ. മീന, മിത്രേ, അമ്മ എല്ലാരും കൂടെ ചേർന്നിട്ടാ. അമ്മയ്ക്കറിയാലോ, മീനാഴ്ച എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ചിലപ്പോൾ നമുക്ക് ശക്തമായിട്ടുള്ള വേദനകളും വിഷമങ്ങളും വരും, താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും. അതിനെ നമ്മൾ തരണം ചെയ്യുവാണെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന വിഷമങ്ങൾ നമുക്ക് ഒന്നും അല്ലാതായി തീരും. അതിന് നമ്മൾ തരണം ചെയ്തേ മതിയാവൂ. അപ്പൊ അതുപോലെ അമ്മയോട് എനിക്ക് പറയാനുള്ള അത് തന്നെയാ. അമ്മ പഴയതൊന്നും ഇനി ഓർക്കുക പോലും ചെയ്യരുത്. അമ്മയ്ക്ക് ഞങ്ങളൊക്കെ ഇല്ലേ, മീനുണ്ട്, മിത്രയുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് താങ്ങും തടലുമായിട്ട് നിങ്ങളൊക്കെ നിന്നില്ലേ ഒരു സങ്കടം വന്നു കഴിഞ്ഞപ്പം, അതുപോലെ തന്നെ അമ്മയ്ക്ക് സങ്കടം വന്നു കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ഇല്ലേ. അമ്മ ഇത് കഴിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആഹാരം കൊടുക്കണം. എനിക്ക് വേണ്ട മോളെ, ദേ അമ്മേ, അമ്മയ്ക്ക് ഞാൻ വാരിത്തരും, അമ്മ മര്യാദയ്ക്ക് കഴിച്ചോണമെന്നും പറഞ്ഞ് ശ്രീദേവി ആഹാരം എടുത്ത് വാരി കൊടുക്കണം ഗോമതിക്ക്. ഗോമതി വേണ്ട, എവിടെയെങ്കിലും വെച്ചേരെ, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ ഇത് കഴിക്കും, അമ്മ കഴിച്ചേ മതിയാവുള്ളൂ. ഒടുവില് ശ്രീദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടതായിട്ട് വന്നു ഗോമതിക്ക്. ഗോമതി ആഹാരം കഴിക്കുകയാണ്. ശ്രീദേവിക്ക് സമാധാനമായി. അല്ലെങ്കിൽ ഗോമതിയാണ് കരഞ്ഞ് തളർന്നു ഒരു മൂലയ്ക്കിരിക്കുമായിരുന്നു. അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവുമല്ലോ എന്ന് ശ്രീദേവിക്ക് തോന്നിയിട്ടാണ് ശ്രീദേവി ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റി ഗോമതിയെ കൊണ്ട് ആഹാരം കഴിപ്പിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മീനു സുകന്യയുടെ അടുത്തേക്കല്ലോ. സുകന്യ ടെറസ് തുണിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. സുകന്യനെ അങ്ങനെ വെറുതെ വിടാനായിട്ട് മീനു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം പെട്ടെന്ന് സുകന്യ ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മീനുവിനെ കാണുന്നത്. സുകന്യ പറഞ്ഞു, ഓ ഞാൻ പേടിച്ചു പോയല്ലോന്ന് പറഞ്ഞു. ചേച്ചി എന്തിനാ ചേച്ചി പേടിക്കണേ? തെറ്റ് ചെയ്തവരല്ലേ പേടിക്കണ്ടേ? ചേച്ചി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അതിന് ഞാനെന്താ തെറ്റിയിരുന്ന? ചേച്ചി കള്ളത്തരൊന്നും പറയണ്ട. അനുവിനെ കാണാതെ ഇവിടെ എല്ലാരും അന്വേഷിച്ച് നടക്കണ സമയത്ത് അനുവിനെ അലോകിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ചേച്ചിയല്ലേ, എന്നിട്ട് ചേച്ചി ഒന്നും അറിയത്തില്ലാത്ത മറ്റും ഞങ്ങളുടെ മുന്നിൽ അഭിനയിച്ചു എന്നില്ലേ? ഒരു നിമിഷം സുകന്യ ഞെട്ടിപ്പോയി. പിന്നീട് സുകന്യ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയാണ്. സുകന്യ പറഞ്ഞു, ഞാൻ എന്ത് തെറ്റിയെന്ന്? എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത് ചേച്ചി കള്ളത്തരം പറഞ്ഞുണ്ടല്ലോ. ചേച്ചിക്ക് അറിയായിരുന്നു അനു എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം അലോകിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് ചേച്ചി വളരെ തന്ത്രപരമായിട്ട് ഇവിടെ ഒന്നും അറിയില്ല എന്നടി ചേച്ചി നിൽക്കുകയോ ചെയ്തേ. എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. മീനു വെറുതെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരില്ല. കള്ളത്തരോ? ഞാനോ? ചേച്ചി എന്ത് നേടി ചേച്ചി അതുകൊണ്ട്? ഈ കുടുംബത്തിന്റെ സ്വസ്ഥത നശിപ്പിച്ചിട്ട്, അനുവിന്റെ ജീവൻ നശിപ്പിച്ചിട്ട് ചേച്ചിക്ക് എന്താ കിട്ടിയത്? എന്നാലും ഇത്ര ക്രൂരയായി പോകാൻ പാടില്ലായിരുന്നു. ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ ചതിച്ചല്ലോ. ഞങ്ങളിങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ചേച്ചിനെ കുറിച്ച്. പക്ഷെ ചേച്ചി ചെയ്ത തെറ്റുണ്ടല്ലോ, അതൊരിക്കലും ക്ഷമ അർഹിക്കുന്ന തെറ്റല്ല, ഞങ്ങൾക്ക് ആർക്കും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതങ്ങനെ ഞങ്ങൾ വെറുതെ വിടാനും പോകുന്നില്ല. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, ഇതേ മീനു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അതൊക്കെ ചോദിച്ചോണ്ട് സുകന്യ വലിയ ദേഷ്യപ്പെടുവാണ് മീനുവിന്റെ അടുത്ത്. മീനു വിട്ടുകൊടുക്കുവോ? മീനു പറഞ്ഞു, തെളിവ് വേണമല്ലേ ചേച്ചിക്ക്? എന്താ തെളിവ് വേണ്ടേ? ചേച്ചിക്ക് മാത്രം മതിയോ അതോ ഇനിയിപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഞാൻ കൊടുക്കണോ? അപ്പോഴേക്കും സുകന്യയുടെ പത്തി താന്നു. സുകന്യ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ മീനു, അത് പിന്നെ ഞാൻ വേണ്ട ചേച്ചി, കൂടുതലൊന്നും പറയണ്ട. ചേച്ചി ഒറ്റയൊരുത്തിയ ഈ കുടുംബത്തിന് സ്വസ്ഥത നശിപ്പിച്ചേ, അനുവിന്റെ ജീവൻ നശിപ്പിച്ചേ. എന്നിട്ട് ചേച്ചി ഇങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത ആളെ പോലെ ഇവിടെ സുഖമായിട്ട് കഴിയുമായിരുന്നില്ലേ? അത് പിന്നെ എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല. അലോകിന്റെ അടുത്തേക്ക് അനു പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ മാപ്പ് പറയാനാ പോകുന്നതെന്നൊക്കെയാ പറഞ്ഞ്. മാപ്പ് പറയാന് എന്തിനാ? അവൾ എന്തിനു പോയി മാപ്പ് പറയണം? നാണുണ്ടോ ചേച്ചി? അതിന് മാത്രം എന്ത് തെറ്റാ അവള് ചെയ്തേ? അല്ല അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട.
അലോകിന്റെ ക്രൂരയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൾ മാപ്പ് പറയാൻ പോയത്. എന്നിട്ടോ ചേച്ചി എന്താ ചെയ്തേ? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അത് പിന്നെ എനിക്ക് അവളെ അവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാതിരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അവൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അനുവത്തുള്ള. അതൊക്കെ മോർഫ് ചെയ്ത ഫോട്ടോസ് അല്ലേ? അത് പിന്നെ അതെങ്ങനെ മനസ്സിലായി? മീനുവിന് എങ്ങനെ മനസ്സിലായി? മീനു അനുവിനെ കണ്ടോ സംസാരിച്ചോ? അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫേക്കാന്ന് കാണാൻ അറിയാനുള്ള സാമാന്യ ബോധം പോലും ചേച്ചിക്കില്ല. ഇല്ലെങ്കിൽ അത് പോട്ടെ, ഒറിജിനലാന്ന് വെച്ചോട്ടെ എന്നും പറഞ്ഞോണ്ട് ചേച്ചി അപ്പൊ തന്നെ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ചെയ്യണ്ടേ? ഈ കുടുംബത്തിലുള്ള ആരോടെങ്കിലും പറയണ്ടേ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പോലീസ് കംപ്ലൈന്റ് ചെയ്യാലോ, എന്തെങ്കിലും ചെയ്യാലോ, പരിഹാരം ഉണ്ടാക്കാലോ. അതിന് പകരം ചേച്ചി എന്ത് ചെയ്തു? അവരോടൊപ്പം നിന്നല്ലേ മീനു. അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട. ചേച്ചി കാരണമാണ് ഈ കുടുംബം ഇപ്പൊ കണ്ണീരിലാണ്ടിരിക്കുന്നത്, അറിയാലോ. ചേച്ചി ഒറ്റൊരുത്തി കാരണം. മീനു, ദൈവത്തെ ഓർത്ത് നീ ഇതാരോടും പറയരുത്. ഞാൻ ഇങ്ങോട്ടേക്ക് വരണ സമയത്തും എനിക്കിതെല്ലാവരും വിളിച്ചു പറയണമെന്നായിരുന്നു, കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണമെന്നായിരുന്നു. പക്ഷേ മാമനെ ഓർത്ത് മാത്രം ഞാനിപ്പൊ ക്ഷമിച്ചു വിടുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കാരണങ്ങൾ കൊണ്ട് ഈ കുടുംബത്തിനോ അല്ലെങ്കിൽ അനുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മീനാക്ഷി വെറുതെ ഇരിക്കില്ല. ഇങ്ങനെയുള്ളൊരു മീനുവിന്റെ മുഖമായിരിക്കില്ല ചേച്ചീനെ കാണാൻ പോകുന്നത്, ശരിക്കും കാണാൻ പോകുന്നുള്ളൂ. അതും പറഞ്ഞ് വെല്ലു വിളിച്ചിട്ട് മീനാക്ഷി അങ്ങോട്ട് പോയി. ശരിക്കും പറഞ്ഞ സുകന്യനെ എടുത്തിട്ട് കുടഞ്ഞെന്ന് തന്നെ വെക്കാം. അമ്മാതിരിയായിരുന്നു മീനിന്റെ പ്രകടനങ്ങൾ, സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. മീനാക്ഷി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് സുകന്യയ്ക്ക് വല്ലാത്ത ഭ്രാന്തെടുക്കുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണമെന്നറിയില്ല. തന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. എന്ത് ചെയ്യണം? എങ്ങാനും ഈ വീട്ടിലുള്ള ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതം തീർന്നു, പിന്നെ തനിക്കിവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല എന്ന് സുകന്യക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഏകദേശം രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആര്യന് കൃഷ്ണമംഗലത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ദേവമംഗലത്ത് മുറ്റത്ത് ഒരു പക്ഷേങ്കിൽ അനു എങ്ങാനും ഇറങ്ങി വന്നാലോ, അവളെ കാണാൻ പറ്റിയാലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ. അനുവിനോടുള്ള സ്നേഹം, അനു ഒരിക്കലും തെറ്റ് ചെയ്യില്ല, ദേവമംഗലത്തെ ചതിക്കാൻ കൂട്ടു നിൽക്കില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ആകാശം ആണെന്ന് കൂടെ വന്നു. എന്താടാ നീ ഇവിടെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നേ? അതെ, അനു എങ്ങാനും ഇറങ്ങി വന്നാലോന്ന് ഓർത്ത്. എടാ നിനക്ക് നാണമുണ്ടോ? അവള് നമുക്കിട്ട് എല്ലാവർക്കും പണി തന്നിട്ട് പോയതല്ലേ, എന്നിട്ട് വീണ്ടും. അതല്ല ആകാശേട്ടാ, അവൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാവുന്ന നമ്മുടെ അനു അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളെ ചതിക്കാനായിട്ട് അവള് കൂട്ടു നിൽക്കില്ല. ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു കളിയുണ്ട്. അലോക് എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അതൊക്കെ നിന്റെ തോന്നലാടാ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവര് നമ്മളെ ചതിച്ചെന്നറിയുമ്പോ നമുക്ക് പിന്നെ മനസ്സിൽ പല പല ചിന്തകളും വരും. ഒരു പക്ഷെ അവരെ ആരെങ്കിലും വഞ്ചിച്ചാണോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ, അല്ലെങ്കിൽ നമ്മളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണമാണോ ഇതിന് പിന്നിൽ നിന്നൊക്കെ നമുക്ക് തോന്നും. അത് നമ്മളെ അവരത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാ. ആ ചതിയുടെ ആഴം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും. പിന്നീട് ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്നേ, ശരിക്കും അതൊന്നും ആയിരിക്കില്ല, അവര് നമ്മളെ മനഃപൂർവ്വം ചതിച്ചാന്ന്. അതറിയുമ്പോഴൊരു വേദനയുണ്ട്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അങ്ങനെയല്ല ആനന്ദേട്ടാ, അനുവിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ആകാശ് പറഞ്ഞു, എടാ നിനക്കെന്താ തലയ്ക്ക് ഓളമുണ്ടോ? പെട്ടെന്ന് ആര്യം പറഞ്ഞു, അതെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അനുവിനെ വിളിച്ചിറക്കിക്കൊണ്ട് വരട്ടെ. ആ അലോകുമായിട്ട് അവളുടെ ജീവിതം സെറ്റാവില്ല, ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വരാം. അങ്ങ് ചെന്നാലും മതി, എപ്പ വന്നെന്ന് ചോദിച്ചാൽ മതി, നീ ചെന്ന് വിളിക്കേണ്ട താമസം, അവൾ ഇങ്ങോട്ടേക്ക് ഓടി വരും. എടാ ആര്യ, നിനക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ടോ? നിനക്കെന്താ ഒട്ടും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ വിളിച്ചിട്ടുണ്ടെ അവള് വരുമെന്ന് തോന്നുന്നുണ്ടോ? അവള് സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ. എന്നിട്ടോ ദേവമംഗലത്തേക്ക് വരുവോ? അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നേ. ധർമ്മം വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആകാശ് പറഞ്ഞ, എന്താ മാമ, പെട്ടെന്ന് പറ. അതെ, കടയിലെ കാര്യങ്ങൾ കുറച്ച് ശോകമാ. ഇപ്പൊ അളിയൻ പഴയതുപോലെ കടയിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഹോട്ടലിലേക്ക് പച്ചക്കറി ലോഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് 2 ദിവസമായി വിളിക്കുന്നേ, കോൾ എടുത്തു പോലും ഇല്ല. ഒടുവിൽ അവര് വേറെ ആർക്കോ ലോഡ് കൊടുത്തു. അതുപോലെ തന്നെ ഡീലർ വിളിച്ചോണ്ടിരിക്കുക, കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അളിയന്. കടയിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കട മിക്കവാറും ഏത് പരുവാമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെയാണെങ്കിലും കടയിലെ കച്ചവടമൊക്കെ കുറഞ്ഞു തുടങ്ങി. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണി പാളും. അതുകൂടെ കേട്ടിഞ്ഞപ്പോ ആകാശിനും ആനന്ദിനും അവർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമായി, വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമല്ലോ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ബാലനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അലോക് മുറ്റത്ത് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനാണ് ബാലൻ കടയിലേക്ക് പോകാനായിട്ട് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. സ്കൂട്ടി 2-3 പ്രാവശ്യം
സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഒരു പണി കൊടുക്കണമല്ലോ ഇങ്ങേർക്കിട്ട് എന്ന് അലോക് മനസ്സ് വിചാരിക്കുക. അലോക് പെട്ടെന്ന് അവിടെ നിന്നിട്ട് അനുശ്രീനെ വിളിച്ചു. അനുശ്രീ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്താ ചെയ്യണ്ടേ? എടി നീ പോയി എൻ്റെ ആ പേഴ്സും കൊടുത്തുകൊണ്ട് വാ. പല്ല് തേച്ചോണ്ടിരിക്കുവാന്ന് ഓർക്കണം അലോക്. അപ്പോഴേക്കും അനുമോള് പറഞ്ഞു, പേഴ്സോ? ഇപ്പൊ എന്തിനാ പേഴ്സ് എടുക്കണേ? അതിന്റെ ആവശ്യം എന്താ? പല്ല് തേച്ചോണ്ടിരിക്കുന്ന ആൾക്ക് പേഴ്സ് വേണ്ടല്ലോ. അതെ, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. നിന്നോട് പറഞ്ഞ നീ അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോഴേക്കും അനുവിന് ദേഷ്യം വന്നു. അനു ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അലോകെ പേഴ്സിന്റെ ആവശ്യമില്ല. നിന്നോട് അല്ലേടി പറഞ്ഞേ. ഭർത്താവ് പറഞ്ഞ ഭാര്യ അനുസരിക്കണം. അതെങ്ങനെയാ? നേരെ ജോവി വളർത്തി വിട്ടിട്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ വളർത്തു ദോഷം. അല്ലാതെ എന്തു പറയാനായിട്ടാ? ബാലൻ കേൾക്കാൻ വേണ്ടി ഉറക്കെയാണ് പറയണേ. ബാലൻ അത് കേട്ടു. ബാലൻ ദേഷ്യമായി. അപ്പോഴേക്കും അനു പറഞ്ഞു, അലോകെ ഇച്ചിരി ശബ്ദം താഴ്ത്തി പറ, അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന്? ആര് ശ്രദ്ധിച്ചാലും എനിക്കെന്താടി? അതെ, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. അതെങ്ങനെയാ? നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായെങ്കിലല്ലേ പറയുന്നതൊക്കെ അനുസരിക്കുള്ളൂ. മക്കളെ വളർത്തി വിടുമ്പോൾ അതിൻ്റെതായ രീതിക്ക് വളർത്തി വിടണം. അല്ലാതെ കെട്ടിച്ചു വിടാനായിട്ട് ഒരുങ്ങി ഇരുന്നിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കുറ്റപ്പെടുത്തലുകളാണ്. അനുവിന് മനസ്സിലായി ഇത് തന്റെ അച്ഛൻ കേൾക്കാൻ വേണ്ടി തനിക്കിട്ട് പണി തരുന്നതെന്ന്. പിന്നീട് അലോ പറഞ്ഞു, മര്യാദയ്ക്ക് പോയി എടുത്തോണ്ടി. അലോ ഒറ്റ എണ്ണം കിട്ടുകയെന്നാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കൈ ഓങ്ങുവാണ്. അനു മനസ്സിൽ കുറിച്ചിട്ടു, എടാ അലോകെ നിനക്കിട്ട് ഇതിനുള്ള ഞാൻ തരും. ബാലിനാണെങ്കിൽ സങ്കടവും ദേഷ്യവും വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവിൽ അനു അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് പോയിട്ട് അവിടെ ഒന്ന് ആലോചിക്കുകയാണ്. എടാ അലോകെ ഇതിന് നിന്നോട് ഞാൻ പകരം വീട്ടിയില്ലെങ്കിൽ കാണിച്ചു തരാം. ഈ സമയത്ത് അലോകം മനസ്സ് വിചാരിച്ചു, രക്ഷപ്പെട്ടു. രാവിലെ ആ ഗോമതി സ്റ്റോഴ്സ് ബാലിൻ്റെ ഒരു പണി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷം എന്നൊക്കെ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് അലോക് കഴിക്കാനായിട്ടിരിക്കുക. നന്ദിത ഒന്ന് ഇഡ്ഡലി എടുത്തു കൊടുക്കണ സമയത്ത് പറഞ്ഞു, വേണ്ട വെല്ലുമ്മ കഷ്ടപ്പെടണ്ട, അവളുണ്ടല്ലോ അവളെടുത്ത് തരട്ടെ. ഇനിയിപ്പൊ ഭാര്യ എടുത്ത് തന്നാലേ ഇറങ്ങത്തുള്ളായിരിക്കും അല്ലേ? ഇന്ദിരാമയും രാശ്രീങ്ങളും അങ്ങോട്ട് വന്നു. ഇന്ദിരാമ പറഞ്ഞു, കല്യാണം കഴിഞ്ഞപ്പോ അവന് ഭയങ്കര മാറ്റമാണല്ലോ. അപ്പോഴേക്കും അനുവും കൂടെ അങ്ങോട്ട് വന്നു. അനുവിനോട് പറഞ്ഞു, എടി എനിക്കുള്ള ഇഡ്ഡലി എടുത്തരാൻ പറഞ്ഞു. നന്ദിത് പറഞ്ഞു, അവരായി അവരുടെ പാടായി, നമുക്ക് പോയേക്കാം അമ്മയെന്ന് പറഞ്ഞു. അവരെന്താണെന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവരും കൂടെ പോയി. അനുവിന് മനസ്സിലായി തനിക്കിട്ടുള്ള പണിയാന്ന്. അങ്ങനെ അനു ഇഡ്ഡലി എടുത്ത് കൊടുക്കുമ്പോഴത്തേനും അല്ലോ പറഞ്ഞു, ഇതെന്താ ഈ ഇഡ്ഡലി? ഇതെനിക്ക് വേണ്ട, അകത്ത് പോയി വേറെ എടുത്തോണ്ട് വാ. ശരി ആയിക്കോട്ടെ. അനു അകത്തേക്ക് പോയിട്ട് ആലോചിക്കുക ഇവനിട്ട് എന്താ പണി കൊടുക്കണ്ടേന്ന്. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.